അതിനായി ആദ്യം എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അഡ്ജസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രാഫ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഗ്രാഫ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 4 കളറുകളിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കാണാം. ആ ഗ്രാഫിൽ അത് നേരെ ഇൻവെർട്ടഡ് രീതിയിലാക്കണം. അതായത് ഈ പോയിൻ്റ് മുകളിലും അടുത്ത പോയിൻ്റ് താഴെയും, അതായത് തലതിരിച്ച രീതിയിൽ ഇതിനെ മാറ്റുക. അപ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ 4 കളറും ഇൻവെർട്ടഡ് രീതിയിൽ ആക്കണം. അതായത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ. അതിനുശേഷം തിരിച്ച് ഹോം സ്ക്രീനിലേക്ക് തന്നെ വരണം. ഹോം സ്ക്രീനിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം അവിടെ നമുക്ക് എഫക്റ്റ് എന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് അതിൽ വീഡിയോ എഫക്റ്റ് എടുത്ത് അതിൽ ലെൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അതിൽ ബ്ലർ എന്നൊരു എഫക്റ്റ് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുക. ഇനി വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അതിനായി എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ 4K ആക്കാം. അതിനായി നമ്മുടെ പഴയ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യുക. അതായത് അല്ലെങ്കിൽ അണ്ടു അടിച്ചാലും മതി. അതിനുശേഷം ഓവർലേ എടുത്ത് പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ അത് ഓവർലേ ആയി ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോക്ക് അനുസൃതമായി അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ ബ്ലെൻഡ് എന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് സൈഡോട്ട് പോകുമ്പോൾ ബൺ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ എഫക്റ്റ് 20-നും 30-നും ഇടയിലാണ് വെക്കേണ്ടത്. നിങ്ങൾക്കനുസൃതമായ രീതിയിൽ അത് വെക്കാം. അതിനുശേഷം ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിനി വേണ്ടത് ഒരു ക്ലീനായ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അതിനായി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓവർലേ ആയി വീണ്ടും അതിന് താഴെയായി ഈ വീഡിയോക്ക് 2 വീഡിയോ താഴെയായി അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം സ്ക്രീൻ മൂടുന്ന രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബ്ലെൻഡ് എന്ന നേരത്തെ എടുത്ത ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഓവർലേ എടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം 4K ആയി. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് കൂടി ക്ലാരിറ്റി കൂട്ടാൻ നമുക്ക് ഉപയോഗിക്കാം. അതിനായി നമുക്ക് അഡ്ജസ്റ്റ് ഓപ്ഷനിൽ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഷാർപ്നെസ്സും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ HSLഉം, അതായത് ഓരോ കളറും നമുക്ക് പ്രത്യേക രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കും. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എല്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ നല്ല 4K ക്വാളിറ്റി ലഭിക്കുന്നതാണ്. വെറുതെ കുറച്ചുകൂടി ആകർഷകമാക്കാൻ നമുക്ക് ഈ ഓപ്ഷൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ട നേരമായി. അതിനായി എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ 4K ആക്കുക. FPS 60 ആക്കുക. അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇനി നമുക്ക് എളുപ്പത്തിൽ ഏതൊരു ആപ്പിൻ്റെ സഹായം കൂടാതെ ഏതൊരു വീഡിയോയും നമുക്ക് 4K ക്വാളിറ്റി ആക്കാൻ സാധിക്കുന്നതാണ്.